ഓക്കെ താങ്ക് യു സോ മച്ച്. അതാണ് പറഞ്ഞത്, അയാളൊരു വ്യത്യസ്തനാണ് അയാൾ. എല്ലാരും കൂടെ ഒരുമിച്ചാണോ കാണാൻ? കുറച്ച് കയറിയിട്ട് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ചെറുതായ ആള് കമ്മിയാണ്. ഈ വേൾഡ് കപ്പ് ഇന്ന് നാളെ വരുന്നതിൽ കളിക്കുന്നതിന് മുമ്പുള്ള ആവശ്യവും കളി കഴിഞ്ഞ ശേഷമുള്ള ആവശ്യത്തിനോടെ ഒന്നും കൂടി പ്രാധാന്യം. കളി കാണുന്ന സമയത്ത് കുറച്ച് ഉണ്ടാവും, പക്ഷെ അതിൽ കൂടുതൽ ആളുകൾ ഉണ്ടാവുന്നത് കളിക്കുന്നതിന് മുമ്പും അതിനെപ്പറ്റി കളിനെ പറ്റിയുള്ള ടീമിനെ വിലയിരുത്തൽ, കളി കഴിഞ്ഞാലേ കളി നടന്നതിനെ പറ്റിയുള്ള ചർച്ച, അതിലുള്ള വാദപ്രതിവാദങ്ങൾ, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പോരായ്മ പറയാ, ഇഷ്ടപ്പെടുന്ന ടീമിനെ പൊന്തിച്ചും പറയാ, മറ്റേ ടീമിനെ കുറ്റപ്പെടുത്തിയും പറയാ. പക്ഷെ അതൊരു ഇഷ്ടം കൊണ്ടുള്ള പറച്ചിലാണ്. ക്ലബിൽ 100 ചില മെമ്പേഴ്സ് ഉണ്ട്. അല്ല ഞങ്ങളിപ്പോൾ പ്രൊജക്റ്റ് വെക്കുന്നുണ്ട്. അത് സംയുക്തമായിട്ടാണ് വെക്കുന്നത്. അത് എല്ലാ മെമ്പറും അവിടെ വന്ന് കളി കാണും. അല്ലൊന്നുമില്ല, ഇതെല്ലാം ഐക്യത്തോടെ ഞങ്ങൾ എല്ലോ ഇതൊരു പിന്നെ ഒരു വാശി, ഒരു ഈഗോ, അത്രേ ഉള്ളൂ. വേൾഡിലെ തന്നെ 400 അടിയോട് കൂടി ഏറ്റവും വലിയൊരു ഫ്ലെക്സ് എന്ന റെക്കോർഡ് ഇപ്പൊ കുറച്ചു മുമ്പ് നമ്മുടെ ഗൂഗിളിൽ വന്നിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ചെക്ക് ചെയ്യണം. അത്തരത്തിലുള്ള ഒരു അഭിമാനമാണ് ജാസ് മുണ്ട ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ എല്ലാ പ്രവർത്തകരെയും മുക്തകണ്ഠം അനുമോദിക്കുന്നു. 4 വർഷങ്ങളിൽ കൂടുമ്പോഴാണല്ലോ നമ്മുടെ ഫുട്ബോൾ മേളങ്ങളൊക്കെ വരുന്നത്. ഇവിടെ ജാതി മത രാഷ്ട്രീയ വർഗവർണ്ണ ഭേദമന്യേ എല്ലാവരും ഫുട്ബോളിന്റെ പേരിൽ ജാതിയുടെ മതത്തിന്റെയും വർണ്ണത്തിന്റെയും പേരിൽ ജനങ്ങൾ ഭിന്നിക്കുമ്പോൾ ഫുട്ബോളിന്റെ പേരിൽ 4 വർഷം കൂടുമ്പോൾ ജനങ്ങൾ എല്ലാവരും ഒരുമിപ്പിക്കുകയാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ഈ ഒരു മഹാ ഉത്സവത്തെ എല്ലാവരും സ്വാഗതം ചെയ്യുന്നു. ഈ ഫ്ലെക്സ് ലോകത്തിലെ തന്നെ ഒരുപാട് ബ്രസീലിന്റെ കളിക്കാരടക്കം വരെ ഷെയർ ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ അഭിമാനം തോന്നുന്നു. നെയ്മർ അടക്കം നമ്മുടെ ഈ പോസ്റ്റ് കണ്ടിട്ടുണ്ട്, ഷെയർ ചെയ്തിട്ടുണ്ട്. അത് ഞങ്ങൾ ഇപ്പോഴും പറഞ്ഞത്, അവർ വെക്കുന്ന മേലൊക്കെ ഞങ്ങൾ എന്തായാലും വെക്കും. ഇപ്രാവശ്യം ജാസ് ക്ലബിന്റെ ബ്രസീൽ ഫാൻസിന്റെ കുട്ടികൾ ഈ റെക്കോർഡ് ആർക്കും വിട്ടുകൊടുക്കൂല. ആ വാശി തന്നെ ഞങ്ങൾ നിൽക്കുന്നത്. അവർ 15 ദിവസമായി പണി തുടങ്ങിയിട്ട് ഇപ്പോൾ കാൽ നാട്ടി കഴിഞ്ഞിട്ടില്ല. ഞങ്ങൾ 5 ദിവസത്തിന്റെ വാശിപ്പുറത്താണിത് വേൾഡ് റെക്കോർഡ് ഇടം പിടിച്ചത്. അപ്പൊ ഞങ്ങൾ അവർ വെക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നതാണ്. ഞങ്ങൾ ഇത് തുടരും. അവർ വെച്ച 4 മണിക്കൂറുള്ള ഞങ്ങൾ അടുത്തത് ഇവിടെ ഞങ്ങൾ ഇത് കൂട്ടും. ഇതിനിപ്പോ 1.5 ലക്ഷം രൂപ തന്നെ ചെലവായി. അത് ഇതിനേക്കാൾ കൂടുതൽ എക്സ്പെൻസ് വരും. കാരണം പിന്നെ ഞങ്ങൾ ബ്രസീൽ ഫാൻസിന്റെ കുട്ടികളൊരു 10-30 ആൾക്കാരുണ്ടായിരുന്നു. എല്ലാവരും പാടെ കൂടി സംയുക്തമായതുകൊണ്ടാണ് അയിമ നിന്നത്. അല്ലെങ്കിൽ അതിന്റെ മേലേക്ക് ചെലവ് പോയി. അതൊക്കെ വെറുതെ പറയല്ലേ. സപ്പോർട്ട് ഇവിടെ അർജന്റീനയ്ക്കാണ് കൂടുതൽ സപ്പോർട്ട്. പിന്നെ അവര് പറഞ്ഞ പോലെ കയറ്റി വെച്ചു. അവർക്ക് വേണമെങ്കിൽ ആദ്യം 100 അടി കൂട്ടി വെക്കായിരുന്നു. 100 വെക്കായിരുന്നു. ഞങ്ങൾ 80 വെച്ചു. അപ്പൊ ആരും ഫസ്റ്റ് വെച്ചു എന്നല്ല, ആരും ഏറ്റവും വലുത് വെച്ചു എന്നുള്ളതിനാണ് പ്രധാനം. ഫ്ലെക്സിലാണ് ഇപ്പോ യുദ്ധം നടക്കുന്നത്. പിന്നെ പ്രതീക്ഷ കപ്പടി അങ്ങനല്ല, കപ്പടിക്കാൻ വേണ്ടിയിട്ടാണ് കളിക്കണത്. കഴിഞ്ഞ ഞങ്ങൾ ചാമ്പ്യൻസ് ആണല്ലോ. പ്രാവശ്യം കപ്പടിക്കുന്നതാണ് പ്രതീക്ഷ. നല്ല ടീമാണ്. സ്കലോണിന്റെ കീഴിൽ വന്ന നല്ല ടീമാണ് ഇപ്പോൾ ഉള്ളത്. ബ്രസീലിനേക്കാൾ എന്തായാലും മികച്ച ടീമാണുള്ളത് ഇപ്പോൾ.
നമുക്ക് കേട്ടുകേൾവി പോലില്ലാത്ത കുറസാവോ, കേപ്പ് വെർദെ പോലുള്ള രാജ്യങ്ങൾ ഈ വേൾഡ് കപ്പിൽ കളിക്കുന്നു. പട്ടിണിപ്പാവങ്ങളായ ഹെയ്ത്തി ഈ വേൾഡ് കപ്പിൽ കളിക്കുന്നു. ഇങ്ങനെയൊക്കെ ആവുമ്പോഴും ഇന്ത്യക്കാരെന്നുള്ള നിലക്ക്, മലയാളികൾ എന്നുള്ള നിലക്ക് നമ്മളെ ഒരു സങ്കടം എന്ന് പറയുന്നത്, ഒന്ന്, നമ്മുടെ രാജ്യത്തിന് ഇതുവരെ വേൾഡ് കപ്പ് കളിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. പല രാജ്യങ്ങളും ഫുട്ബോളിൽ മുന്നേറുമ്പോൾ നമ്മൾ താഴേക്ക് പോകുകയാണ്. ഇപ്പൊ ഏറ്റവും പുതിയ ഫിഫ റാങ്കിങ്ങിൽ നമ്മൾ 139 സ്ഥാനത്തേക്കാണ് വന്നിരിക്കുന്നത്. നമ്മളെക്കാളും ദുർബലരായ രാജ്യങ്ങൾ വേൾഡ് കപ്പ് കളിക്കാൻ പോവുകയും ചെയ്യാണ്. എന്നാലും ഇത് ഈ സങ്കടത്തിന്റെ ഇടയ്ക്കും മലയാളികൾക്ക് സന്തോഷിക്കാനുള്ളത്, തഹ്സീൻ മുഹമ്മദ് എന്ന് പറയുന്ന ഒരു മലയാളി ഖത്തറിന് വേണ്ടി കളിക്കുന്നു എന്നുള്ളത് നമുക്കെല്ലാം അഭിമാന മുഹൂർത്തമാണ്, സന്തോഷകരമായ ഒരു കാര്യമാണ്. ആരാധന എന്ന് പറയണമെങ്കിൽ റൊസാരിയോ റൊണാൾഡോ പറഞ്ഞ ബ്രസീലിൻ്റെ ഒരു ഫുട്ബോൾ പ്ലെയർ ഉണ്ട്. ആളുടെ വലിയ ഫാനാണ്. മൂപ്പരുടെ കളിയും കൂടി കണ്ടപ്പോൾ എനിക്ക് ബ്രസീലിനോടുള്ള ആരാധന ഭയങ്കരമായിട്ട് അങ്ങ് കയറി. പിന്നെ അങ്ങനെ ഞാൻ 2016 വീട് കെട്ടിയപ്പോൾ എന്ത് ചെയ്യാമെന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് എൻ്റെ ആരാധന എങ്ങനെ ചെയ്യാം. അപ്പോഴാണ് വേൾഡ് കപ്പ് വരുന്നത് 2018. അങ്ങനെ സ്വന്തം വീട്ടിൽ തന്നെ ബ്രസീലിൻ്റെ പതാകയുടെ പെയിൻ്റ് അടിച്ച് കളയാന്ന് പറഞ്ഞിട്ട് അങ്ങനെ അടിച്ചതാണ് ഈ കാണുന്നത്. അങ്ങനെ ഈ പെയിൻറ്റ് അടിച്ച് കഴിഞ്ഞതിപ്പോൾ 3ാമത്തെ വേൾഡ് കപ്പാണ് തുടർച്ചയായിട്ട്. ആ വേൾഡ് കപ്പ് വരുമ്പോഴെല്ലാം അടിക്കുന്നത് തുടർച്ചയായിട്ട് അത് തന്നെയാണ് കളർ. ഇത്രയും ഇപ്പോൾ നെന്മാറിൽ ബ്രസീൽ വീടെന്നാണ് അറിയപ്പെടുന്നത് ഈ വീട്. പിന്നെ ഞങ്ങൾ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കൊച്ചുകുട്ടികൾ, ഞങ്ങളുടെ കൊച്ചനിയന്മാർ ഇതിനോട് വലിയ താല്പര്യം കാണിച്ചു തന്നെ. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞങ്ങൾ ഇതുപോലെ കൂട്ടായ്മയായിട്ട് തന്നെ ഞങ്ങൾ ഇതൊക്കെ ചെയ്യുന്നത്. അതിൽ വളരെയധികം സന്തോഷമുണ്ട്. കാരണം ലോകമെമ്പാടുമുള്ള ആൾക്കാർ ഇതിൻ്റെ ഈ ഫുട്ബോൾ പ്രേമികളും അതുപോലെ തന്നെ ഈ എന്തൊക്കെ ഇപ്പോൾ ക്രിക്കറ്റ് കളി പ്രേമികൾ തന്നെ ഇപ്പോൾ ഫുട്ബോളിലേക്ക് എല്ലാവരും തിരിഞ്ഞേക്കണേ. കാരണം ഒരു ഭയങ്കര സന്തോഷമായിരിക്കും ഇതെല്ലാവർക്കും, അല്ലേ? എല്ലാ കുടുംബങ്ങളും ഒരു സന്തോഷമായിരിക്കും. അപ്പോൾ ഏതായാലും സന്തോഷമുള്ള ഡേറ്റുകൾ കടന്നു തന്നെ. അതിൽ നാളെ മുതൽ സ്റ്റാർട്ട് ചെയ്യാണ്. ഇനി 20 വരെ, ജൂലൈ 20 വരെ വളരെ സന്തോഷമാണ്.